എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് റോയൽ നൈറ്റ് സെലക്ഷൻ ടെസ്റ്റിന് വേണ്ടി വന്നവരെ കാണാൻ വിസാർഡ് കിങ് വരുന്നതാണ്. ദ ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിനെ ഇല്ലാതാക്കാൻ പല സ്ക്വാഡ് മെമ്പേഴ്സും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവരെ എല്ലാവരെയും മിക്സ് ചെയ്ത് 3 പേരടങ്ങുന്ന 16 ടീമുകളാക്കി തിരിക്കുന്നു. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരാൾ അങ്ങോട്ട് വരുന്നത്. എന്റെ പേര് സെറിക്സ് ലുഗ്നർ എന്ന് പറഞ്ഞ് അവൻ ആസ്തയെ പരിചയപ്പെടുന്നു. അങ്ങനെ അവർ സെലക്ഷൻ ടൂർണമെന്റ് നടക്കുന്ന സ്ഥലത്തോട്ട് പോകുന്ന സമയത്താണ് ഈ ഭയാനകമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് റോയൽ നൈറ്റിന്റെ സെലക്ഷൻ നടക്കുന്നെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർ ഓരോരുത്തരും ഏത് ടീമിന്റെ കൂടെയാണ് മത്സരിക്കേണ്ടതെന്ന് വിസാർഡ് കിങ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ശരി, ഈ മത്സരത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആരംഭിക്കാനുള്ള സമയമായി. നിങ്ങൾ തയ്യാറാണോ? യെസ് സാർ എന്ന് വിളിച്ചു പറയുവാണ് ആസ്ത. ബാറ്റിൽ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയ ആസ്തയെ അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ചീറപ്പ് ചെയ്യുന്നു. ഇനി ഞാൻ ഏത് തരത്തിലുള്ള മാജിക്കാ കാണാൻ പോകുന്നേ എന്ന് പറഞ്ഞ് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുവാണ് വിസാർഡ് കിങ്. പിന്നീട് നമ്മൾ കാണുന്നത് ആസ്തേനെയും മറ്റു 2 പേരെയുമാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആസ്ത അവിടെ ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, നീ സാധാരണ ജോലി ചെയ്യുന്നത് പോലെയാണോ ഇതിനെയും കാണുന്നേ? ഇതൊരു എക്സാം ആണ്, അതിന്റെ സീരിയസ്നെസ് എങ്കിലും കാണിക്കണം മണ്ട. നമ്മൾ ഈ സ്ഥലത്തെ പറ്റി പഠിക്കുകയും അവരെ എങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യണമെന്ന് ചർച്ച ചെയ്യുകയും വേണം. സോ അവൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കിയ ആസ്തയ്ക്ക് അത് സമ്മതിച്ചു കൊടുക്കാൻ ഒരു മടി. യോ, നീ പറഞ്ഞത് ശരിയോ? പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ശരിയാണ്, എന്നാലും ഞാൻ എപ്പോഴും ശരിയായിട്ടുള്ള കാര്യം മാത്രമേ പറയൂ എലിക്കുട്ടി. സോ ദേഷ്യം പിടിച്ച് പല്ല് കടിക്കുന്ന ആസ്തയെ കണ്ട് അത് ക്യൂട്ട്നെസ് ആണെന്ന് വിചാരിക്കുവാണ് മിമോസ. ലുഗ്നർ, നീ പറഞ്ഞത് ശരിയാ. ആദ്യം നമുക്ക് നമ്മുടെ കഴിവുകൾ പരസ്പരം മനസ്സിലാക്കി ഒരു പ്ലാൻ തയ്യാറാക്കാം. മറ്റേ ടീമും അതുപോലെ തന്നെ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്ലാന്റ് മാജിക്കിന് അത് ഒരുപാടധികം നല്ലതാ. എന്റെ റിക്കവറി മാജിക് ഉപയോഗിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും. നമുക്കെതിരെ വരുന്ന സ്പെല്ലുകളെ ഇല്ലാതാക്കാൻ ആസ്തയുടെ ആന്റി മാജിക്കും ഉപയോഗിക്കാം. ഹേയ് സർക്സ്, നിങ്ങൾ ഏത് തരത്തിലുള്ള മാജിക്കാ ഉപയോഗിക്കുന്നേ എന്ന് മിമോസ് അവനോട് ചോദിച്ചതും അവരുടെ ക്രിസ്റ്റൽ ആരോ അറ്റാക്ക് ചെയ്യുന്നു. സോ എനിമീസ് അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നു. ഇത്ര പെട്ടെന്ന് ഏത് ഭാഗത്തുനിന്നാ അവർ അറ്റാക്ക് ചെയ്യുന്നേ? എന്തായാലും ഈ ക്രിസ്റ്റൽ എനിക്ക് സേഫ് ആക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ അവളുടെ പ്ലാന്റ് മാജിക് ഉപയോഗിച്ച് അത് അവൾ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാലും എനിമീസ് അതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. ഇല്ല, ഇത് വളരെ ലോങ് ഡിസ്റ്റൻസിൽ നിന്നുള്ള അറ്റാക്കാ. പക്ഷെ എങ്ങനെ ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് ഇവർക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഇതെവിടുന്നാ വരുന്നേ എന്ന് പറഞ്ഞ ആസ്ത നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മരത്തിലിരുന്ന് തെർമൽ ഗൂഗിൾസ് പോലെയുള്ള ഒരു സാധനം വെച്ച് ഇവരെ ആരൊക്കെയോ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പർപ്പിൾ ഓർക്കസിന്റെ 3rd ക്ലാസ് മാജ് ആയിട്ടുള്ള റിക് ആയിരുന്നു അത്. എന്റെ ക്രിസ്റ്റൽ സ്കോപ്പ് എന്ന ഒരു മാജിക് സ്പെല്ലാണ് ഇതുപയോഗിച്ച് എതിർവശത്ത് നിൽക്കുന്നവരുടെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. സോ അവരിയ്ക്കുന്ന ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവന്റെ ടീമിലിരിക്കുന്ന മറ്റു 2 പേർ അവരുടെ മാജിക് കമ്പൈൻ ചെയ്ത് ഇവരുടെ ക്രിസ്റ്റൽ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് കണ്ട് എന്ത് ചെയ്യണോന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുവാണ് ആസ്തയും മിമോസയും. അപ്പോഴാണ് അവർ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. സെറക്സ് അത് അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. സീരിയസ്ലി, ഇങ്ങേരിത് എന്താണ് ഈ കാണിക്കുന്നത്? ഇത് കണ്ട് ബ്ലാക്ക് ബുൾസിലെ മറ്റു മെമ്പേഴ്സിനൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. വിസാർഡ് കിങ്ങിനും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഡേയ്, നീ ഉറങ്ങുവാണോ? മര്യാദക്ക് എഴുന്നേക്കടാ, നമുക്ക് വിജയിക്കണ്ടേ? ഞാനിവിടെ വിജയിച്ചാലോ തോറ്റാലോ അതുകൊണ്ടൊന്നും എനിക്കിവിടെ നേടാനില്ല. നീ ഇവിടെ എത്രമാത്രം വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിന്റെ ആവശ്യം എന്റെ മേലിൽ അടിച്ചേൽപ്പിക്കരുത്. രാത്രി ഉറങ്ങാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ഒരുപാടധികം ക്ഷീണം വരുന്നു എന്ന് പറഞ്ഞ് അവൻ അവിടെ കിടന്നു ഉറങ്ങുന്നു. എന്നെ ഇതെല്ലാം ഗൂഗിൾസ് വഴി നോക്കിക്കൊണ്ടിരിക്കുന്ന റിക്കിന് ഇത് എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രാറ്റജി ആണോ ഒന്നും മനസ്സിലാകുന്നില്ല. സോ ഇതാണ് അവരെ തോൽപ്പിക്കാൻ പറ്റിയ സമയം എന്ന് മനസ്സിലാക്കിയ ടീം എ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പ്ലാൻ ക്രിയേഷൻ മാജിക് ഫ്ലവർ ഗ്രേഡ് പോസ്റ്റ് എന്ന് പറഞ്ഞ മിമോസ അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നു. അവരുടെ ക്രിസ്റ്റലിന്റെ അടുത്ത് 2 പേരുണ്ടെന്നും മറ്റൊരാൾ 60 മീറ്റർ അപ്പുറത്തുള്ള ഒരു മരത്തിലാണെന്നും അവൾക്ക് മനസ്സിലാകുന്നു. ഇത്രയും ദൂരത്തിൽ നിന്നും അവരെങ്ങനെയാ കറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്? ഇതാ അടുത്തത് വരുന്നു, അത് തടയണം എന്ന് മിമോസ ആസ്തയോട് പറയുന്നു. അത്രയും വേഗത്തിൽ വരുന്ന അതിന്റെ ദിശയും സമയവും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അത് തടയാൻ എന്നെ കൊണ്ട് സാധിക്കും. സോ പറഞ്ഞതുപോലെ തന്നെ ആസ്ത അത് തടയുന്നു. വളരെ വേഗത്തിൽ വന്ന ആ അറ്റാക്ക് തടയുന്ന ആസ്തയെ കണ്ട് ആസ്ത ശരിക്കും അമേസിംഗ് ആയെന്ന് പറയുവാണ് മിമോസ. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചാലും ഞങ്ങൾ 2 പേരെ കൊണ്ട് അവരെ 3 പേരെ എതിർക്കാൻ സാധിക്കുമോ? സെറിക്സിന്റെ സഹായം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരുപാടധികം നന്നായേനെ. ആസ്ത, ഈ പ്രയോജനമില്ലാത്തവന്റെ സഹായമില്ലാതെ തന്നെ നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും. ശത്രുക്കളുടെ സ്ഥാനം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഞാൻ അവരെ വഴി തിരിച്ചു വിടാം. ഈ ക്രിസ്റ്റലിന് നേരെ വരുന്നത് നീ വേണം തടയാൻ. നമ്മൾ 2 പേരും ചേർന്ന് ഡയറക്റ്റ് ആയിട്ട് അവരുടെ ക്രിസ്റ്റൽ അറ്റാക്ക് ചെയ്യണം. ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ മിമോസ മിടുക്കിയാണ്. ഈ ബാറ്റിലിന്റെ മുഴുവൻ കാര്യങ്ങളും അവൾക്ക് നന്നായിട്ട് അറിയാം. ശരി, നമ്മുടെ ആദ്യത്തെ ഫൈറ്റ് നമുക്ക് ഒരുമിച്ച് വിജയിക്കണം. സോ എതിർ ടീമിൽ നിൽക്കുന്നവരുടെ ക്രിസ്റ്റൽ നിൽക്കുന്ന ഭാഗത്തോട്ട് അവർ 2 പേരും ഓടുന്നു. അത് നോക്ക്, അവരതാ അവരുടെ ടാർഗറ്റിന് നേരെ ഓടിക്കൊണ്ടിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും അവൻ ഒരുപാടധികം കഴിവുകളുണ്ട്. ഈ ടീമിലെ അവസാനത്തെ മെമ്പർ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുവാണോ? എന്നാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ യൂന വളരെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ആസ്ത, മിമോസ, നിങ്ങളെ കൊണ്ട് പറ്റും എന്ന് ലോണഡ്സും പറയുന്നു.
ഇതേ സമയമാണ് അവരുടെ ക്രിസ്റ്റലിന്റെ അടുത്തോട്ടാണ് അവർ ഓടി വരുന്നതെന്നുള്ള കാര്യം റിക്കിന് മനസ്സിലാവുന്നത്. നമ്മുടെ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിക്കുന്ന ഒരാൾ അവരുടെ കൂട്ടത്തിലുണ്ടെന്ന് തോന്നുന്നു. അതാ അവർ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് റിക്ക് വിളിച്ചു പറയുന്നു. അതെ, ഞാൻ അവരെ കാണുന്നുണ്ട്. ഇതുവരെ അവരെ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കാത്ത നമ്മുടെ ക്രിസ്റ്റലിനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ക്രിസ്റ്റലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. പ്ലാന്റ് മാജിക് കാനോൺ ഫ്ലവർ എന്ന് പറഞ്ഞ് മിമോസ ഒരു ലേസർ പോലെയുള്ള സാധനം അവർക്ക് നേരെ പറഞ്ഞു വിടുന്നു. എന്നാ അവരുടെ റോക്ക് മാജിക് ഉപയോഗിച്ച് അവരത് തടയുന്നു. വാവ് മിമോസ, ശരിക്കും ഇത് വേറെ ലെവലാ. ഇങ്ങനത്തെ അറ്റാക്കിംഗ് സ്പെല്ലൊക്കെ നീ എപ്പോഴാ പഠിച്ചേ? ആസ്ത, അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ ഞാൻ ഒരുപാടധികം സ്ട്രോങ് ആയിരിക്കും. നമ്മൾ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായാൽ നീയുമായി പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കും എന്ന് പണ്ടവൾ ചിന്തിച്ചത് അവൾ ആലോചിക്കുന്നു. ഞാനിത് നോക്കിക്കോളാം ആസ്ത, തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് വിജയിക്കാൻ സാധിക്കും എന്ന് മിമോസ അവനോട് പറയുന്നു. എനിക്ക് നിന്നെ വിശ്വാസമാണ് മിമോസ എന്ന് ആസ്ത ചിന്തിക്കുന്ന സമയത്ത് വീണ്ടും അവൾ അവളുടെ മാജിക് ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യുന്നു. പൂർണ്ണമായിട്ടും അവരുടെ ഷീൽഡ് തകർത്ത മിമോസയുടെ അടുത്ത ലക്ഷ്യം അവരുടെ ക്രിസ്റ്റലാണ്. സോ അവളുടെ പവേഴ്സ് കണ്ട് ബ്ലാക്ക് പിൾ സ്ക്വാഡ് മെമ്പേഴ്സിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. വാവ്, ശരിക്കും മിമോസ ഒരുപാടധികം പവർഫുൾ ആയി മാറിയിരിക്കുന്നു. എനിക്കറിയാമായിരുന്നു അവളുടെ ട്രെയിനിങ് ഞാൻ മാറി നിന്ന് നിരീക്ഷിച്ചിരുന്നു. അവളുടെ സുപ്പീരിയർ എന്ന നിലയിൽ ഞാൻ ഒരുപാടധികം അഭിമാനിക്കുന്നു. അവൾ എന്നേക്കാൾ ഒരുപാട് മുന്നോട്ട് പോയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. എപ്പോഴും അവളെക്കാൾ മികച്ചത് ഞാൻ തന്നെ ആയിരിക്കും എന്ന് ചിന്തിക്കുവാണ് നോയൽ. മിമോസയുടെ പ്രകടനം കണ്ട് യൂനോക്ക് ഒരുപാടധികം ഇഷ്ടപ്പെടുന്നു. ഓ, അവൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് വിസാർഡ് കിങ്ങും പറയുന്നു. ഹേയ് ആസ്ത, നീ ഇനിയും മുന്നോട്ട് പോണം. നീ വിജയിച്ചു വന്ന ഞാൻ നിനക്കൊരു കേക്ക് തരാം. അവർ രണ്ടുപേരേ ഉള്ളൂ. നമ്മളെ 3 പേരെയും എങ്ങനെ അവർ തോൽപ്പിക്കാനാ? ആ ചെറിയ നിരച്ച മുടിയുള്ള പയ്യന്റെ കയ്യിൽ ഒരു ആന്റി മാജിക് സോഡ് ഉണ്ട്. അതിന്റെ മുമ്പിൽ ഒരു മാജിക്കിനെ കൊണ്ടും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. എന്ത് ആന്റി മാജിക് സോഡ്? അതെ, ഞാൻ അതിനെപ്പറ്റി കേട്ടിരുന്നു. അത് അവന്റെ കയ്യിലാണോ? അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മളുടെ പ്ലാൻ മാറ്റേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും 2 ദിശയിലോട്ട് ഓടുന്നു. ആ ക്രിസ്റ്റലും കൊണ്ട് അവരിത് എങ്ങോട്ട് പോകുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. മിമോസ തന്റെ മാജിക് ഉപയോഗിച്ച് അവരെങ്ങോട്ട് പോകുന്നതെന്ന് നോക്കുന്നു. യെസ്, നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് പോകാം. ഹേയ് ഹാൻഡി മാജിക് ബോയ്, എന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മാജിക് എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. സോ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു മാജിക് പവർ ഇവരുടെ അടുത്തോട്ട് വരുന്നുണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നു. ഞാൻ അത് സ്ലൈസ് ചെയ്യും. ഈ ക്രിസ്റ്റൽ ഞാൻ സേഫ് ആക്കിയിരിക്കും. അപ്പോഴാണ് അവൾ ആ കാര്യം മനസ്സിലാക്കുന്നത്. മറ്റു 2 ഭാഗത്തു നിന്നും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാജിക് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇല്ല, അങ്ങനെയാണെങ്കിൽ അവർ ഞങ്ങളെ വളഞ്ഞോ? അവരെല്ലാം ഒരേ സമയം അറ്റാക്ക് ചെയ്താൽ ആസ്തയ്ക്ക് പോലും അതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഹേയ് ആസ്ത! പെട്ടെന്നാണ് അവൻ കാലുകുത്തിയ സ്ഥലത്ത് ഒരു മാജിക് ക്രിയേറ്റ് ആവുന്നത്. അവന്റെ ശരീരം മുഴുവൻ പോയിസൺ സ്പ്രെഡ് ആവാൻ ആരംഭിക്കുന്നു. ആസ്ത! ഇല്ല ആസ്ത, അതൊരു ട്രാപ്പ് ആയിരുന്നു. അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു ട്രാപ്പ് മാജിക് ഉണ്ടായിരുന്നോ? ഇതിപ്പോ എവിടെ നിന്നാ വന്നേ എന്ന് ചിന്തിക്കുവാണ് മിമോസ. ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയാണോ റോയൽ നൈറ്റ് ടെസ്റ്റ് എന്നവൾ ചിന്തിക്കുന്ന സമയത്ത് ആസ്ത താഴോട്ട് വീഴുന്നു. പെട്ടെന്ന് തന്നെ അവർ 3 പേരും ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. ഇല്ല, ഇതിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് ചിന്തിക്കുവാണ് ലൂണട്സ്. സോ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ആസ്തയെ അറ്റാക്ക് ചെയ്ത ആ സെയിം മാജിക് വീണ്ടും അവിടെ ക്രിയേറ്റ് ആവുന്നു. ഇല്ല, എന്താ ഇവിടെ നടക്കുന്നേ? ഇത് എന്ത് തരത്തിലുള്ള മാജിക്കാ? സോ ടീം എയിൽ നിൽക്കുന്ന 3 പേരുടെയും മാജിക് അവർക്ക് നേരെ തന്നെ പോകുന്നു. ഇത് കണ്ട് വിസാർക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇല്ല, അത് നമ്മുടെ അടുത്തോട്ട് തന്നെ വരുവാ. ഹേ ആസ്ത! അത് പ്രവർത്തിച്ചെന്ന് തോന്നുന്നു. അതൊരു സീനിയർ മാജിക് നൈറ്റ് ആയിരുന്നു. ആ അവസാനത്തെ അടി ആ ക്രിസ്റ്റൽ ഇല്ലാതാക്കിയെന്ന് ഞാൻ വിചാരിച്ചു. എന്നൊരു സീനിയർ മാജിക് നൈറ്റ് ആയിട്ടുള്ള നിങ്ങൾ അത് പൊട്ടാതെ സൂക്ഷിച്ചു. വാട്ട് എ ഗുഡ് ബോയ്. അൺഫോർച്ചുനേറ്റ്ലി ആ ക്രിസ്റ്റലും നീയും നിന്റെ അവസാനത്തെ കാലിലാണ് നിൽക്കുന്നത്. ഇനി അത് തകർക്കാൻ എനിക്ക് അധിക സമയം വേണ്ടി വരില്ല. ഹേയ് ഇല്ല, നിന്നെപ്പോലെ ധിക്കാരിയായിട്ടുള്ള ഒരുത്തന് ഒരിക്കലും അതിന് സാധിക്കില്ല. നീ ധിക്കാരനെന്ന് വിളിക്കുന്നവന്റെ കാൽ ചുവട്ടിലാണ് നീ ഇപ്പൊ കിടക്കുന്നത്. ഇതുപോലെ പരിചയമില്ലാത്തൊരു സ്പെല്ലിനെ എങ്ങനെ എതിർക്കണമെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നു അല്ലേ? ഒരു മാജിക് നൈറ്റ് ഏതൊരു പോസിബിലിറ്റിയിലും തയ്യാറായിട്ട് വേണം നിൽക്കാൻ. വലിയൊരു സ്ഥാനത്തിരുന്നിട്ടും ഇത്രയും വലിയ മാജിക് പവർ യൂസ് ചെയ്തിട്ടും എന്റെ മുമ്പിൽ തോൽക്കുന്നവനൊന്നും ഒരു മാജിക് നൈറ്റ് അല്ല. ആ പവർ അതൊരു ആഷ് ടൈപ്പ് മാജിക്കാ. അങ്ങനെയെങ്കിൽ ആസ്തയെ താഴെയിട്ട ആ മാജിക്. ശരി, കളിക്കാനുള്ള സമയം കഴിഞ്ഞു. വെറും വേസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും വിജയിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓ ഡാം ഇറ്റ്! ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കുമ്പോ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാത്തിനും ഉപരി ഞാൻ ഇവിടെ വിജയിക്കാൻ വേണ്ടി വന്നതല്ല, വേറൊരു ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇവിടെ വന്നതെങ്കിലും. ഹേയ്, എന്താ ഇതിനൊക്കെ അർത്ഥം എന്ന് താഴെ കിടക്കുന്ന മാച്ച് ചോദിക്കുന്നു. ഞാൻ വെറുതെ പറഞ്ഞതാ, നീ ഒരു പാവാ എന്ന് പറഞ്ഞ സാക്സ് ആ ക്രിസ്റ്റൽ നശിപ്പിക്കുന്നു. സോ ആ മത്സരത്തിൽ ടീം ബി വിജയിക്കുന്നു. പക്ഷെ എന്നാലും അവൻ എന്ത് തരത്തിലുള്ള മാജിക് ഉപയോഗിക്കുന്നതെന്ന് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും ശരിക്കും അത് വേറെ ലെവലാ.
ആ വിചിത്രമായിട്ടുള്ള മുഖംമൂടി ധരിച്ചവനാണ് ഞാൻ ആദ്യമായി റോയൽ നൈറ്റിലോട് തെരഞ്ഞെടുക്കാൻ പോകുന്നത് എന്ന് രാജാവ് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആസ്തയെ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മിമോസയാണ്. ഹേയ്, അത് ശരിക്കും നല്ലൊരു ടീം വർക്ക് ആയിരുന്നു. പിന്നെ ഞാൻ അവിടെ ചെയ്തത്, ഒരു നിമിഷം ഞാൻ അത് തകർക്കില്ലെന്ന് അവൻ വിചാരിച്ചു. അവന്റെ ആ മുഖം കണ്ടോ? താങ്ക്സ് മൊമോസ. ഹേയ്, ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ കാര്യം എന്താ? ഒരു മാജിക് നൈറ്റിനോടാണ് നീ അങ്ങനെ പെരുമാറിയത്. അവരുടെ ടീം ശരിക്കും അത്ഭുതകരമായിരുന്നു. അത്ഭുതകരമാണെങ്കിലും അല്ലെങ്കിലും നഷ്ടം എപ്പോഴും ഒരു നഷ്ടം തന്നെയാ. അവരെക്കാൾ മികച്ച ടീം വർക്ക് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി നീ സന്തോഷിക്ക്. ടീം വർക്ക് അതിനെപ്പറ്റി നീ പറയരുത്. ആ ഒരു ട്രാപ്പിൽ ഞാൻ പെട്ടുപോയി. അത് നിന്റെ മാജിക് ആയിരുന്നു അല്ലേ? നിന്റെ ടീംമേറ്റിനെ അങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെയാ തോന്നിയേ? അതെ, ഞാൻ നിന്നെ ഒരു ചൂണ്ടയായിട്ട് ഉപയോഗിച്ചു. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശത്രുക്കളെ കബളിപ്പിക്കാൻ നിങ്ങളുടെ സുഹൃത്തിൽ നിന്നും തുടങ്ങണം. ഇല്ല, ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്റെ കോളറിലും ഒരു മാജിക് ഉണ്ട് എന്ന് പറഞ്ഞ അവൻ അവന്റെ കണ്ണിലോട്ട് എന്തോ ഒന്ന് സ്പ്രേ ചെയ്യുന്നു. ഹേയ് ആസ്ത, നീ ശരിക്കും കോമഡിയാണല്ലോ. ഇവന്റെ ആ മാജിക് അത് ഉപയോഗിച്ച് അവൻ ഒരു സർക്കിൾ സ്പെല്ല് ഉണ്ടാക്കി. അവൻ വിചാരിക്കുന്ന സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്ത ആ മാജിക് ചില കണ്ടീഷൻസ് പൂർത്തിയാവുന്നതോടുകൂടെ അവസാനിക്കും. സോ ആസ്തയെ ഒരു ട്രാപ്പായി ഉപയോഗിച്ച് 3 പേരെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാനായിരുന്നു അവന്റെ പ്ലാൻ. ഒരു നിശ്ചിത സമയത്തേക്ക് ആ സ്പെൽ ആ പ്രദേശത്തോട്ട് നുഴഞ്ഞു കയറുന്നു. കൗണ്ടർ ട്രാപ്പ് മാജിക് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതിൽ നിന്നും തിരിച്ചു വരുന്ന സ്പെല്ലുകളുടെ വേഗതയും ശക്തിയും അത് ഇരട്ടിയാക്കുന്നു. സോ ശത്രുവിന്റെ ആക്രമണം എത്രത്തോളം പവർഫുൾ ആണോ അതിന്റെ ഇരട്ടി പവറിൽ അത് അവരെ തന്നെ അറ്റാക്ക് ചെയ്യുന്നു. ഇത്രയും വലിയൊരു മാജിക് സ്പെല്ല് യൂസ് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് സമയവും വളരെ വലിയൊരു മാജിക് പവറും ആവശ്യമാണ്. പക്ഷെ എപ്പോഴാ നീ അത് ചെയ്തേ? നീ ഉറങ്ങുമായിരുന്നില്ലേ? അതൊരു സീക്രട്ടാ. ഒരു മനുഷ്യൻ എപ്പോഴും മിസ്റ്റീരിയസ് ആയിരിക്കണം. ഹേയ്, നീയും നിന്റെ ഒരു മിസ്റ്റീരിയസും. ശരിക്കും ആ പവർ എനിക്ക് ഒരുപാട് അധികം ഇഷ്ടപ്പെട്ടു. നിന്റെ മുഖം കാണാൻ എനിക്ക് ഒരുപാട് അധികം ആഗ്രഹമുണ്ട്, മനസ്സിലായോടാ? ഹേ ആസ്ത, നീ അവനെ അഭിനന്ദിക്കുവാണോ? അപ്പോഴാണ് ഹേ ആസ്ത എന്ന് വിളിച്ചുകൊണ്ട് സോളും മാഗ്നിയും അങ്ങോട്ട് വരുന്നത്. ഇനി അവിടെ മത്സരിക്കേണ്ടത് അവരാണ്. അവരെ രണ്ടുപേരെയും കണ്ട ആസ്ത മൂന്നാമത്തെ മെമ്പർ എവിടെയാണെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരുത്തൻ അങ്ങോട്ട് വരുന്നത്. കോറൽ പീകോക്സിന്റെ 4th ക്ലാസ് സീനിയർ മാജിക് നൈറ്റ് ആയിട്ടുള്ള ക്രിസ്റ്റ് വെർമില്യൻ ആയിരുന്നു അത്. ഇത് വളരെ മനോഹരമല്ലേ? നിങ്ങളുടെ സൗന്ദര്യത്തെ നിങ്ങൾ യഥാർത്ഥമായി കളങ്കപ്പെടുത്താതിരിക്കാൻ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ബൈ ദ ബൈ, ഞാൻ ക്രിസ്റ്റ് വെർമില്യൻ. ഈ തിളങ്ങുന്ന ചേട്ടൻ ഇത് എന്ത് പറ്റി? വെയിറ്റ്, വെർമില്യനോ? അതെ, അവൻ എന്റെ ഓൾഡർ ബ്രദറാ. ഇത് കേട്ട ആസ്ത അവളെ തന്നെ നോക്കുന്നു. നിന്റെ ബ്രദർ ശരിക്കും ഫുൾ ഹാപ്പി ആണല്ലോ. അതെ, അവനൊന്ന് അപ്രത്യക്ഷനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ എല്ലാവർക്കും സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന ഒരാളാണ് അവളുടെ ബ്രദർ.